ഒരു കവിത പോലെ സുന്ദരിയാണിവർ. സിനിമ കൊണ്ടും ജീവിതം കൊണ്ടും സ്വയം ഒരു കാവ്യം രചിച്ചുകൊണ്ടിരിക്കുന്ന അഭിനേത്രി, ഒരു കവയത്രി. ഇന്ന് എന്റെ കൂടെ സ്റ്റാർ ജാമിലുള്ളത് ദ വെരി ബ്യൂട്ടിഫുൾ, ദ വെരി ഗോർജിയസ്, എ സൂപ്പർ വുമൻ. ഹായ്, നമസ്കാരം. ഞാൻ കാവ്യ മാധവൻ, സ്റ്റാർ ജാമിൽ ഷാനിനോടൊപ്പം. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. കാവ്യ മാധവൻ, പിന്നെ യു ഹാവ് ചേഞ്ച്ഡ്. ഭംഗി കൂടി കാവ്യക്ക്. യു ആർ റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു. മതിയോ? മതി. Now tell me, are you happy in life? ഷുവർ. ഞാൻ സന്തോഷാണെന്ന് പറഞ്ഞത് ഞാൻ ഒരു കലാകാരി എന്നുള്ള രീതിയിലാണ് ഞാൻ ഐ എം വെരി ഹാപ്പി എന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സങ്കടവും വിഷമമൊക്കെ, എല്ലാവർക്കും ഉണ്ടാവും. ഞാനുണ്ട്. എന്ത് സങ്കടം എന്റെ അടുത്ത് പറഞ്ഞോളൂ. എനിക്ക് വയ്യ. ഈ ഇന്റർവ്യൂവിന് വരുന്നു അല്ലെങ്കിൽ സ്റ്റാർ ജാമിന് വരുന്നു എന്ന് പറഞ്ഞപ്പോ കാവ്യയുടെ മനസ്സിൽ ആദ്യം പൊട്ടിയ ലഡു എന്താണ്? ഷാനോടൊപ്പം ആണ് എന്നുള്ളതൊരു ധാരണ ഉണ്ടായിരുന്നു. ഷാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാന്നുള്ളത് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം എങ്ങനെ ജയിക്കുന്ന ഒരു പിടിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കാവ്യക്ക് എന്തെങ്കിലും ചോദിക്കാൻ പാടില്ലാത്ത ഏരിയ ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ബ്രേക്കിംഗ് ന്യൂസ് ലൈവില് നായികയുടെ എന്റെ ക്വസ്റ്റ്യൻ LIVE ആണ് ലൈവ്, LOVE ആണ് ലവ്. കഴിഞ്ഞ ആഴ്ച വാലന്റൈൻസ് ഡേ ആയിരുന്നു. ഇതിൽ ഏത് വാക്കിനോടാണ് കൂടുതൽ ഇഷ്ടം? രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ഉള്ളൂ അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാ? ലവ് ആണോ? അതെ. Are you in love? I'm always in love. Right now are you in love? അതാ ഞാൻ പറഞ്ഞത്, I'm always in love. ആരോടെങ്കിലും are you in love? I'm always ആരോടെങ്കിലും in love. Thank you. Well, let's start the show. എന്റെ കൂടെ ഇന്നുണ്ട് ഞാൻ കാവ്യ മാധവൻ, on Club FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. Club FM സ്റ്റാർ ജാം ഒരു ന്യൂസ് ചാനലായി മാറാൻ പോവാണ്. എന്റെ കൂടെ ഉണ്ട് കാവ്യ മാധവൻ. ബ്രേക്കിംഗ് ന്യൂസ്. കാവ്യ മാധവൻ ഇപ്പൊ ന്യൂസ് ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കാവ്യ മാധവന്റെ സിനിമയിൽ അഭിനയിച്ച ഒരു പെൺകുട്ടി മറ്റൊരാളെ പിടിച്ചിട്ട് തല്ലി ട്രിവാൻഡ്രത്ത്. ആ കുട്ടിക്കെതിരെ കേസ് വന്നു എന്ന് പറയുന്നു. കാവ്യക്ക് എന്താ പറയാൻ തോന്നുന്നത് ഇതൊക്കെ? അല്ല, എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു ഞാനത് കേട്ടപ്പോൾ. ഞാൻ ആദ്യം അമൃതയുടെ ഇൻസിഡന്റ് കേട്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്രയും ഈ ഡൽഹി സംഭവത്തിനൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ മാറ്റിയപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇത് പിന്നെയും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതൊരു, നമ്മുടെ കേരളത്തിൽ ഇത് പിന്നെയും നടന്നു എന്നുള്ളതൊരു ഷോക്കിംഗ് ആയിരുന്നു. അമൃതയെ ഞാൻ നേരിട്ട് കണ്ടു, സംസാരിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. നമ്മൾ വായിച്ച പേപ്പറിലെ കഥ അല്ലാണ്ട് കാവ്യക്ക് എന്താ മനസ്സിലായി? എനിക്കും ഞാനിപ്പോ അവളുടെ കയ്യില് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മാന്തി എടുത്തിട്ടുണ്ടായിരുന്നു കൈയൊക്കെ. അതൊക്കെ അവൾ എനിക്ക് കാണിച്ചു. ഇവളുടെ പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു പോയത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. തട്ടുകടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതിയിരിക്കുന്ന വണ്ടിയിലാണ് വന്ന ആൾക്കാർ വളരെ മോശമായിട്ട് ഉള്ള അടുത്ത് സംസാരിക്കുകയും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ 100 ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ടാണ് ഈ സംഭവം കുറെ നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിന് ഇവളും നന്നായിട്ട് വാക്കുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളും ഒരു തരത്തിലും പ്രതികരിച്ചില്ല. വാക്കുകൊണ്ടോ ഇപ്പോഴും അടി കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നത്, ഞാൻ ഒട്ടും പ്രൗഡായിട്ടല്ല പറയുന്നത് അത്, പക്ഷെ എന്റെ ഒരു ഒട്ടും പ്രതികരണ ശേഷിയില്ലാത്ത എന്റെ സൊസൈറ്റിയോട് എനിക്ക് അപമാനം എനിക്ക് തോന്നി. എനിക്ക് അതൊരു ഭയങ്കര വിഷമമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ കേൾക്കുന്ന വേറൊരു ഷോക്കിംഗ് ന്യൂസ്, അമൃതയ്ക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. കുറെ ആൾക്കാർ ഉപദ്രവിച്ചു, തിരിച്ചടിച്ചു, പക്ഷെ ആ കുട്ടിക്കെതിരെ കേസെടുത്തു. അതാ പ്രതികരിച്ചാലുള്ള അവസ്ഥ ഇതാണ്. അപ്പൊ ആൾക്കാർ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും പറയാനില്ലല്ലോ. എന്താ തോന്നുന്നത്? എനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയില്ല. എന്റെ അടുത്ത് 1-2 ചാനൽസിനൊക്കെ അതിനെ പറ്റി സംസാരിച്ചു. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്ന ഒരു സമൂഹം നമുക്ക് നഷ്ടപ്പെട്ടു, പ്രതികരിക്കൂ എന്നൊക്കെ നമ്മൾ പലതരത്തിൽ ഇങ്ങനെ പ്രതികരിക്കൂ, പോലീസ് പിടിക്കും, അതല്ലേ ഇപ്പൊ കാണുന്നത്. പ്രതികരിച്ചാല് പോലീസ് കേസെടുക്കും എന്നുള്ളതല്ലേ മനസ്സിലാവുന്നത്. വെരി ട്രൂ. കാവ്യ മാധവൻ സ്പീക്കിംഗ് ഔട്ട് ഓൺ സ്റ്റാർ ജാം. ഇത് ക്ലബ് FM ടൺ കണക്കിന് ഫൺ. ഹായ്, നമസ്കാരം. ഞാൻ കാവ്യ മാധവൻ, ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. കാവ്യ, 100 കണക്കിന് ആൾക്കാർ ഒന്നും മിണ്ടാതെ നിന്നപ്പോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്തു. ആ അമൃതയുടെ കഥയാണ് കാവ്യ ഇപ്പൊ പറഞ്ഞത്. ഇനി എന്റെ ക്വസ്റ്റ്യൻ, 100 കണക്കിന് ആൾക്കാർ പ്രതികരിക്കാതെ നിന്ന ഒരു അവസ്ഥ കാവ്യക്ക് ഉണ്ടായിട്ടുണ്ടോ? റിയാക്ട് ചേഞ്ച് അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് പറയരുത്. ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കണ്ടു നിന്നവരൊക്കെ മിണ്ടാതെ നിന്നിട്ടും ഉണ്ട്. ആട്ടം കണ്ടുകൊണ്ട് നിന്നു. കുറെ പേരൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ട്. എപ്പോ, എവിടെ, എങ്ങനെ? ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയില്ലേ? വോട്ട് ചെയ്യാൻ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് ചെയ്തൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു അത്. ഇത് ലൈവായിട്ട് ലോകം
മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞാൻ തികച്ചും നിരപരാധിയായിരുന്നു ആ വിഷയത്തിൽ. ഒന്ന് പറയാമോ? എന്റെ ആദ്യത്തെ വോട്ടിംഗ് ആയിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. തലേന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാർഡൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ടൊക്കെ പുതിയ ഷൂസും പുതിയ സോക്സും ഒക്കെ മേടിച്ച് അതൊന്നുമില്ല, സ്കൂളിൽ പോകാൻ റെഡി ആവുന്ന പോലെയാണ് വോട്ടിംഗ്. നോർമൽ വേഷത്തിൽ തന്നെയാ പോയത്. പക്ഷെ ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, കാരണം അവിടെ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ വെയിലത്താ നിൽക്കുക, തിരക്കൊഴിയണ സമയത്ത് വിളിക്കാം, അപ്പൊ വന്നിട്ട് നമുക്ക് അധികം ക്യൂവിൽ നിൽക്കാതെ അപ്പൊ ഏത് സമയവും വിളിക്കും. അപ്പൊ ഞാൻ രാവിലെ ഒരു 8 മണി മുതൽ റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ ചാനലുകാര് തീർച്ചയായിട്ടും അവർക്ക് ഒരു സെലിബ്രിറ്റിയുടെ ആദ്യത്തെ വോട്ടിംഗ് സംപ്രേഷണം ചെയ്യാനുള്ള ഒരു ത്വര. അപ്പൊ രാവിലെ തന്നെ ലൈവ് എടുക്കാനുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പല പല ചാനൽസിന്റെ. അപ്പൊ അതിൽ 1-2 ചാനൽസ് ആയിരുന്നു ഭയങ്കരമായിട്ട് രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് എന്റേത് എടുത്താൽ മാത്രമേ വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വോട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വോട്ട് ചെയ്യാൻ അവര് വിളിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെ സ്കൂളിൽ നമുക്ക് അറിയണ ആൾക്കാരുണ്ട്. വോട്ട് പെട്ടിക്കറിയില്ലോ കുട്ടി കാവ്യ മാധവനാണെന്ന്. മെയിൻ അവിടുത്തെ ഇലക്ഷൻ ഓഫീസർ ഉണ്ടല്ലോ, പറഞ്ഞു ആ കുട്ടി വന്നിട്ട് ചെയ്തു. കാരണം അത് ചെറിയ കുഞ്ഞു സ്കൂളാണ്. അപ്പൊ ഈ ലൈവിന്റെ 2 വണ്ടികളൊക്കെ കൊണ്ട് നിർത്തുമ്പോ ഒന്നും കൂടി അവിടെ സ്ഥലം ഭയങ്കരമായിട്ട് കുറയാണ്. അപ്പൊ ആ കുട്ടി വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ തിരക്ക് അങ്ങോട്ട് കുറയുമല്ലോ, ഒന്നും കൂടി ആൾക്കാർക്ക് സൗകര്യം ഉണ്ടോ. ആ കുട്ടി വന്നിട്ട് ചെയ്തിട്ട് പൊക്കോട്ടെ, ക്യൂ ഒരു പ്രശ്നമല്ല എന്നുള്ളത് പറഞ്ഞു. തിരക്കൊന്നുമില്ല, ഇപ്പൊ വന്നാൽ ഇപ്പൊ കറക്റ്റ് ഇപ്പൊ തന്നെ ഇറങ്ങണം, വന്നിട്ട് വോട്ട് ചെയ്തിട്ടു. അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ വോട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അതിനുശേഷം പിറ്റേ ദിവസം പേപ്പർ തുറന്നപ്പോ ഒരു വലിയ വിവാദം ഉണ്ടായി. ആ വിവാദത്തിന്റെ ചുരുളഴിയാൻ പോവുകയാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ. അന്ന് എന്താ സംഭവിച്ചെന്ന് സത്യം പറയാൻ പോവാണ് കാവ്യ മാധവൻ. ജസ്റ്റ് ബി ദേർ. ഐ എം ഷാൻ വിത്ത് യു, യുവർ ഹോസ്റ്റ് ഫോർ ദ ഡേ. ടൺ കണക്കിന് ഫൺ. വോട്ട് ചെയ്യാൻ പോയത് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് ചെയ്തൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു അത്. ഞാൻ തികച്ചും നിരപരാധിയായിരുന്നു ആ വിഷയത്തിൽ. ഏത് വിഷയം എന്നായിരിക്കും ആലോചിക്കണേ. വെൽക്കം ബാക്ക് ടു ദി ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ കാവ്യ മാധവൻ. ഒരിക്കൽ വോട്ട് ചെയ്യാൻ പോയി. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. വീടിന് തൊട്ടപ്പുറത്തെ സ്കൂളിലെ തിരക്ക് കാരണം തിരക്കൊഴിയും വരെ കാത്തിരുന്നു. പെട്ടെന്നാണ് ഇലക്ഷൻ ഓഫീസർ വിളിച്ചു പറഞ്ഞത്, ടിവിക്കാരുടെ തിരക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സ്കൂളിൽ തീരെ സ്ഥലമില്ല, വേഗം ഒന്ന് വോട്ട് ചെയ്ത് പോയിക്കോളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരക്ക് തീരുമല്ലോ എന്ന്. ശേഷം എന്താ സംഭവിച്ചത്? പിന്നെങ്ങനെ അതൊരു വിവാദമായി. ഇത് ക്ലബ് FM സ്റ്റാർ ജാം. ഓവർ ടു കാവ്യ മാധവൻ. ഞാൻ ഇറങ്ങി പോകുമ്പോഴേക്കും നല്ല ക്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എന്നെ പോലീസൊക്കെ കൂട്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട്, ഇതിപ്പോ ക്യൂ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെ ഞാൻ അകത്തോട്ട് ചെല്ലാം? പക്ഷെ ഇതൊന്നും ആരും കേൾക്കുന്നോ കാണുന്നൊന്നും ഇല്ലല്ലോ. എന്നെ നേരെ അകത്തോട്ട് കൊണ്ടുപോയി ഈ ഇലക്ഷന്റെ ഓഫീസർ ഒക്കെ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഇലക്ഷന്റെ ഓഫീസർ പുറത്തു വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ആർക്കെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാള് ആ കൂട്ടത്തിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരാൾ മാത്രം വന്നിട്ട് എനിക്ക് വിരോധം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വിരോധം പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് എനിക്കും അറിയണ കാര്യമാണ്, ആ കൂട്ടത്തിലേക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനവരെന്നെ അകത്തോട്ട് കൊണ്ടുപോയി എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ്, ഇതൊക്കെ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ വോട്ട് ചെയ്യുന്നത് ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കള്ള വോട്ട് വരെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇയാളിതിങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഇയാൾ സംസാരിക്കാൻ തുടങ്ങി. സെലിബ്രിറ്റി എന്നുള്ളത് വിട്, പക്ഷെ ഒരു പെണ്ണിനോട്, പെണ്ണ് എന്നുള്ളതും വിട്, ഒരു സഹജീവിയോട് അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് പെരുമാറുന്ന പോലെയല്ല അയാൾ എന്തൊക്കെയോ പറയുന്നു. ഒരു ശാരീരികമായിട്ടുള്ള ഒരു ആക്രമണം ഇയാളെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് ചിലപ്പോ ചാനലൊക്കെ നിൽക്കണോണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളും ഭീകരല്ലേ മാനസികമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നത്. കൂട്ടത്തിൽ നിൽക്കുന്ന ഈ സ്ത്രീകൾ എത്രയും ഈ പുരുഷന്മാരെത്രയും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ്, കേട്ട് നിൽക്കുകയാണ്. ഞാനൊരാൾ മാത്രം ഇങ്ങനെ, എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയുന്നില്ല, കാരണം എന്റെ ചുറ്റും ക്യാമറയുണ്ട്. ഒടുവിൽ കേരളം എന്താ അറിഞ്ഞത്? കേരളം പറഞ്ഞ എന്താ, കാവ്യ ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്തു. യൂട്യൂബിൽ വന്നു, ഒരുപാട് അതിന് എന്താ ഡബ് ചെയ്തിട്ടൊക്കെ. പിന്നെ അത് വേറെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ട ഒരു വീഡിയോ എന്ന് തോന്നണു. അത് എത്രയോ ലക്ഷം പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ കാവ്യ എടുത്ത് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന് തോന്നിയോ? ഒരു നമ്മൾ മനസ്സാവാതെ അറിയാതെ ഒരു കാര്യത്തിന് നമ്മൾ ഒരു ഇഷ്യൂല് ചെന്ന് പെടുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയുന്നില്ല എനിക്ക്. ബ്രേക്കിംഗ് ന്യൂസ്. കാവ്യ മാധവൻ പറയുന്നു കാവ്യ അന്ന് നിരപരാധിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിരപരാധിയായിരുന്നു. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സത്യാവസ്ഥ അറിയണം എന്നില്ല. ആൾക്കാരുടെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ ചെയ്തത് തെറ്റാണ്. സോറി. അന്ന് പത്രം വായിച്ച എല്ലായിടത്തും ഇന്ന് കാവ്യക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഞാൻ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തു, ഇതാണ് നടന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. യെസ്. ടൺ കണക്കിന് ഫൺ.